ജനാർദ്ദനക്കുറിപ്പാണ്. വാശിയോഗം പഞ്ചതത്വം എന്നുള്ളതിൽ 13 വിജ്ഞാന ഭൈരവതന്ത്രത്തിലെ 202 പേജിലുള്ള ധാരണ. വിജ്ഞാന ഭൈരവതന്ത്രത്തിൽ അഷ്ടാംഗയോഗത്തിലെ 6ാമത് സ്ഥിതിയായ ധാരണയുടെ പരിശീലനമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. തുടർന്ന് ധ്യാനവും സമാധിയുമാണ്. മനസ്സിനെ കേന്ദ്രീകരിപ്പിക്കാനുള്ള അനേകം വിദ്യകളാണ് ധാരണയിൽ അടങ്ങിയിരിക്കുന്നത്. പരിപൂർണമായ ധാരണ എന്നാൽ ഏതിലാണോ ശ്രദ്ധ അത് പൂർണ്ണമാക്കുക മാത്രമാണ്. മറ്റൊന്നിനെപ്പറ്റി അല്പം പോലും ചിന്തിക്കാതിരിക്കുക, അതാണ് പൂർണ്ണമായ ധാരണാവസ്ഥ. ഇതിന് ശരീരവും മനസ്സും ആത്മാവും ഏകീകരിക്കേണ്ടതുണ്ട്. ഈ പൂർണ്ണാവസ്ഥ തന്നെ സമാധിയിലേക്ക് നയിക്കാൻ മതിയാകും. ജ്ഞാനബോധം കൊണ്ടുള്ള വെളിച്ചം നിറയാൻ ഈ പരിശീലനങ്ങൾ തന്നെ ധാരാളം. വിജ്ഞാന ഭൈരവതന്ത്രത്തിൽ നാം യമ, നിയമ, ആസന, പ്രാണായാമ, പ്രത്യാഹാര പരിശീലനം വേറെയായി ചെയ്യുന്നില്ല. നേരെ 6ാമത് യോഗയായ ധാരണയിലേക്ക് ചെന്ന് പരിശീലനം തുടങ്ങിയാണ് ചെയ്യുന്നത്. ഇവ കഴിയുന്നതോടെ 5 യോഗങ്ങളും സ്വായത്തമായി ധ്യാനത്തിലേക്കും സമാധിയിലേക്കും കടക്കുന്നതിന് കഴിവുള്ളവനായിത്തീരുന്നു. ആത്മീയ സരസിലേക്കുള്ള വിജ്ഞാന ഭൈരവൻ നമ്മെ നേരെ കൊണ്ടുപോകുന്നു. നാം അതിൽ മുങ്ങി അഗാധയിലേക്ക് പോയി സിദ്ധികളാവുന്ന ബുദ്ധിച്ചിപ്പികൾ വാരിയെടുക്കുകയേ വേണ്ടു. നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാനുള്ള പരിശീലനം മുൻകൂട്ടി നാം നേടിയിട്ടുണ്ടാവണം. എന്നാൽ ഭൈരവൻ നമ്മെ ആത്മീയ ബുദ്ധാവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ നന്നായി സഹായിക്കുന്നു. തർജ്ജമകളും വ്യാഖ്യാനങ്ങളും. വിജ്ഞാന ഭൈരവതന്ത്രം കാശ്മീർ ശൈവ വിഭാഗത്തിലേതാണെന്ന് പറഞ്ഞല്ലോ. വളരെ കുറച്ച് തർജ്ജമകളും വ്യാഖ്യാനങ്ങളും മാത്രമേ ഈ ഗ്രന്ഥത്തിന് വന്നിട്ടുള്ളൂ. ക്ഷേമരാജൻ്റെ ഒരു അപൂർണമായ വ്യാഖ്യാനവും ശിവോപാധ്യായ, ഭട്ടാനന്ദ എന്നിവരുടെ പൂർണ്ണമായ വ്യാഖ്യാനങ്ങളും സംസ്കൃതത്തിൽ ലഭ്യമാണ്. ഇംഗ്ലീഷിൽ ജയദേവ് സിംഗിൻ്റെ വ്യാഖ്യാനവും മോട്ടിലാൽ ബനാറസ് ദാസ് പബ്ലിഷേഴ്സ്, സ്വാമി സത്യസംഗാനന്ദാനന്ദ സരസ്വതിയുടെ വ്യാഖ്യാനവും യോഗ പബ്ലിക്കേഷൻസ് ട്രസ്റ്റ്, മുംഗൂർ, ബീഹാർ ലഭ്യമാണ്. വിജ്ഞാന ഭൈരവം യോഗമാർഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ്. അഭിനവഗുപ്തൻ ഈ ഗ്രന്ഥത്തെ ശിവവിജ്ഞാനോപനിഷത്ത് എന്നും രുദ്രയാമള സാരമെന്നും പ്രകീർത്തിക്കുന്നു. യോഗരാജൻ ശൈവോപനിഷത്ത് എന്ന് പറയുന്നു. ക്ഷേമരാജൻ തൻ്റെ ശിവസൂത്രത്തിൻ്റെ വ്യാഖ്യാനത്തിൽ പലപ്പോഴും വിജ്ഞാന ഭൈരവനെ സൂചിപ്പിക്കുന്നുണ്ട്. വിജ്ഞാന ഭൈരവതന്ത്രത്തിൻ്റെ കാലം കൃത്യമായി അറിയാൻ കഴിഞ്ഞിട്ടില്ല. ഏറ്റവും മുമ്പുള്ള സൂചന വാമദേവൻ്റെ അദ്വൈത സമ്പത്തി വർത്തികയിലാണ്. കാശ്മീരിൽ ഭരിച്ചത് ജയപീത 779-810 AD 13 AD യുടെ കാലമാണിത്. അതായത് 8ാം നൂറ്റാണ്ടിൽ ഗ്രന്ഥം പരിചയമുള്ളതായിരുന്നു. വ്യാഖാവ് ക്ഷേമരാജൻ 10ാം നൂറ്റാണ്ടിലും ഭട്ടാനന്ദൻ 17ാം നൂറ്റാണ്ടുമാണ്. ശിവോപാധ്യായയുടെ വ്യാഖ്യാനം 18ാം നൂറ്റാണ്ടാകുന്നു. ഓം സത് സത്. ദിവ്യദീപം വ്യാഖ്യാനം. 2006 വിജ്ഞാന ഭൈരവതന്ത്രത്തിൻ്റെ ജയദേവ് സിംഗിൻ്റെ വ്യാഖ്യാനം കിട്ടിയതാണ്. ഓരോ തവണ നോക്കുമ്പോഴും കരിമ്പാറ പോലെ കട്ടിയായി തോന്നി. 3 കൊല്ലം കഴിഞ്ഞാണ് ബീഹാർ യോഗയുടെ പുസ്തകം കിട്ടിയത്. ഓഷയുടെ തന്ത്രയുടെ ലോകം എന്ന ഗ്രന്ഥത്തിൽ നിന്നാണ് വിജ്ഞാന ഭൈരവതന്ത്രം അറിഞ്ഞത്. രുദ്രയാമളം പിന്നീട് കണ്ടെത്തുകയുണ്ടായി. കൈലാസ ദർശനവും പരിക്രമണവും നടത്തിയതിന് ശേഷം പുസ്തകം തുറന്നു നോക്കി. മിക്കതും പരിചിതമായ പോലെ തോന്നുന്നു. അതിനാൽ ഈ വ്യാഖ്യാനം പലർക്കും മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കൈലാസേശ്വരൻ അതിന് നമ്മെ സഹായിക്കട്ടെ. യോഗീശ്വരനായ ശ്രീ പരമേശ്വരൻ്റെ ധ്യാനസ്ഥാനമായി ശ്രീ കൈലാസം എൻ്റെ ഉള്ളിലുള്ള വാതിലുകൾ തുറന്ന് വിജ്ഞാന ഭൈരവതന്ത്രത്തിൻ്റെ രഹസ്യങ്ങളിലേക്ക് വെളിച്ചം വീശിത്തരട്ടെ. നമഃശിവായ. നാളെ വിജ്ഞാന ഭൈരവതന്ത്രത്തിലേക്ക് നേരിട്ട് നമ്മൾ കടക്കും. നമഃശിവായ.